മതരാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ ചില തീവ്രവാദ ഗ്രൂപ്പുകൾ മദ്രസകളിൽ നിന്നാണ് കുട്ടികളെ റിക്രൂട്ട് ചെയ്തിട്ട് പിന്നെ ചാവറുകളാക്കി മാറ്റുന്നത്. പാകിസ്ഥാനിലെ മുസ്ലിം ഭീകരവാദം കൊടുമ്പിരി കൊള്ളുമ്പോൾ അവിടുത്തെ ഷിയ മുസ്ലിംസിനെ കൊല്ലുവാനുള്ള ചിന്ത എന്തൊരു വർഗ സ്നേഹമാണ്. സ്വയം പ്രതിരോധിക്കുക എന്ന ലേബലിൽ ലോകത്തിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പാകിസ്ഥാനിൽ കൂണുപോലെ മുളയ്ക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ ആഗോള സമൂഹത്തിനും ഇന്ത്യക്കും തന്നെ ഭീഷണിയാണ്. പറയാതെ വയ്യ, പാല് കൊടുത്ത് പാമ്പിനെ വളർത്തുന്ന പാകിസ്ഥാനിലെ ജനങ്ങളും ഭരണകൂടവും 2019 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെ തുടർന്ന് ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ പേരുകൾ മാറ്റി വീണ്ടും കൂടുതൽ പ്രവർത്തന നിരതമായി. സമീപ ദിവസങ്ങളിലായി ഇന്ത്യ പാക് യുദ്ധത്തിന്റെ അലയടികൾ മുഴങ്ങുമ്പോൾ ഭാരതത്തിന് തന്നെ ഭീഷണിയാവുന്ന ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ കുറിച്ച് ഒരു അവലോകനം നടത്തുകയാണ് ഷെകന ന്യൂസ്. തുറന്നു പറഞ്ഞ് തറേക്കടവിലച്ചൻ. കഴിഞ്ഞ ഏപ്രിൽ 22 പഹൽഗാമില് ഭീകരാക്രമണം നടത്തിയത് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയാണ്. ഈ സംഘടനയെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് സംഘടനകളെക്കുറിച്ചും ഒന്ന് പ്രേക്ഷകരുമായിട്ട് ക്ലിയർ ആയിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ഷെകിന പ്രേക്ഷകർക്കെല്ലാം നമസ്കാരം. ഈ 22 നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കാശ്മീരിൽ ഭീകരപ്രവർത്തനം നടത്തിയത് വസ്ത്രമൂരി മതം നോക്കി ഈ ആളുകളെ വെടിവെച്ച് കൊല്ലുകയും കലിമ ചെല്ലാൻ പറഞ്ഞ് കൊല്ലുകയൊക്കെ ചെയ്തത് ദ റെസിസ്റ്റൻ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയാണ്. ഇത് 2019 സ്ഥാപിതമാണ്. ഇത് പാകിസ്ഥാനിലുള്ള ലഷ്കർ ഇ തായിബയുടെ ഒരു പോഷക സംഘടനയാണെന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ആരാണ് ഈ ലഷ്കർ ഇ തായിബ് എന്ന് പറയുന്നത്? LET എന്ന് പറയും. ഇവർ പ്രധാന ശത്രുവായിട്ട് കാണുന്നത് ഇന്ത്യയാണ്. കാശ്മീരിനെ പാകിസ്ഥാനിലേക്ക് ചേർക്കുക എന്നതാണ് അവർ പ്രധാന ലക്ഷ്യമായിട്ട് കാണുന്നത്. സുന്നി സലഫി വ്യാഖ്യാനം അനുസരിച്ചുള്ള ഒരു സംഘടനയാണ്. സലഫികൾ ആരാണെന്ന് ചോദിച്ചാൽ സൗദിയിലുണ്ടായ 18-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു അബ്ദുൾ വഹാബ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക മതനവീകരണത്തിൻ്റെ ചുവട് പിടിച്ച് ഉണ്ടായ ഗ്രൂപ്പുകളാണ് ഈ സലഫി ഗ്രൂപ്പുകൾ. ഇന്ന് ലോകം മുഴുവനും ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ഗ്രൂപ്പുകളാണ്. അത് വാസ്തവത്തിൽ ഇസ്ലാമിക നവീകരണം വഴി ഉണ്ടായ ഒരു ഗ്രൂപ്പാണ്. അതിനു മുമ്പ് ഇബിൻ തൈമിയ ആയിരുന്നു ഇത് ഒറിജിനലി 13-ാം നൂറ്റാണ്ടിൽ ഇത് പറഞ്ഞു വെച്ചത്. അതിൻ്റെ ബാക്കിയായിട്ട് ഇവിടെ നമുക്ക് പല ഗ്രൂപ്പുകൾ ഉണ്ടെന്നുള്ളത് നേരത്തെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പറഞ്ഞു വെച്ചതാണ്. ഇവർ ഈ ശത്രുക്കളോട് പോരാടുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ശത്രുക്കളായിട്ട് കാണുന്നത് ഇന്ത്യ, ഇസ്രായേൽ, US ഇതിനെയാണ് കാണുന്നത്. കാലിഫേറ്റ് സ്ഥാപിക്കുക, തീവ്രവാദത്തിലൂടെ ലോകത്ത് ഇസ്ലാമിനെ സംരക്ഷിക്കുക എന്നൊക്കെയുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇവർ സ്ഥാപിതമാകുന്നത് 1987 അതായത് അഫ്ഗാനിസ്ഥാനിൽ ഈ റഷ്യക്കെതിരെ പോരാടുന്ന ഒരു വിഭാഗമായിരുന്നു ഇവർ. റഷ്യക്കാർ പോയപ്പോഴത്തേക്കും അവർ പാകിസ്ഥാനിലേക്ക് നീങ്ങി. ഹമാസ് സ്ഥാപിതമായ വർഷം തന്നെയാണ്, അവരുടെ പ്രവർത്തനം തന്നെയാണ് ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് വന്നിട്ട് മർക്കസ് അൽ ദാവ വൽ ഇർഷാദുമായി ചേർന്ന്, അവിടുത്തെ ഒരു സംഘടനയാണ്, MDI എന്ന് പറയും, ചേർന്നിട്ട് ചാരിറ്റി, വിദ്യാഭ്യാസം ഇതൊക്കെ അവർ ലോക്കലായിട്ട് നടത്തിക്കൊണ്ടിരിക്കും. അതേ സമയത്ത് ഈ തീവ്രവാദം തുടർന്നുകൊണ്ടിരിക്കും. പാക് ഇൻ്റലിജൻസ് ഇവരെ അനുകൂലിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവർ 2001 ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിച്ചതിനകത്ത് ഇവർ ഉണ്ടായിരുന്നു. വേറെ ഗ്രൂപ്പുകളുമുണ്ട്. 2008 മുംബൈ ആക്രമണം നടത്തിയത് ഇവരുടെ ഒരു പ്രത്യേക കലാപരിപാടിയായിരുന്നു. നമുക്കറിയാം, നവംബർ 26 ഒരു നിര ആക്രമണങ്ങളാണ്, 4 ദിവസം നീണ്ടുവന്ന പരിപാടികളായിരുന്നു. 10 തീവ്രവാദികൾ, 12 വെടിവയ്പ്പുകൾ, 175 പേര് മരിച്ചു, 300 പേർക്ക് മുറിവേറ്റു. അവിടെയാണ് നമ്മൾ അജ്മൽ കസബിനെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഇത് ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടായതാണ്. ഈ ഭീകരവാദ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു പേരാണ് ജെയ്ഷെ മുഹമ്മദ്. യഥാർത്ഥത്തിൽ ഈ സംഘടന എന്താണ് ചെയ്യുന്നത്? അവരുടെ നിഗൂഢ നീക്കങ്ങളെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ?
ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്നത് ദേവബാൻഡി ഇസ്ലാമിസ്റ്റ് മിലിറ്റൻ്റ് ഗ്രൂപ്പാണ്. ദേവബാൻഡി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് സലഫി ഗ്രൂപ്പാണെങ്കിൽ ഇത് മറ്റൊരു നവീകരണ ഗ്രൂപ്പാണ് ദേവബാൻഡി എന്ന് പറയുന്നത്. പല തീവ്രവാദ ഗ്രൂപ്പുകൾ ദേവബാൻഡി ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇവരെ UN, US, UK, ഇന്ത്യ എല്ലാം ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. 2000-ലാണ് ഇവർ ആരംഭിക്കുന്നത്. പഞ്ചാബിൽ ആരംഭിക്കുന്നതാണ്. ഇവരാണ് എങ്ങനെയാണ് ആരംഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു വ്യാജ ഐഡൻറ്റിറ്റി കാർഡുമായിട്ട് ഇന്ത്യയിൽ പ്രവേശിക്കുകയും തീവ്രവാദ പ്രവർത്തനമൊക്കെ ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് മസൂദ് അസറിനെ പിടിച്ച് ജയിലിലിട്ടിരുന്നു 1994. ഇയാൾ തീവ്രവാദിയെ രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 1999 ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിക്കൊണ്ട് പോയത് ഇവരാണ്. ഈ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം ഇവനെ മോചിപ്പിച്ചു. വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. മോചിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ പോയിട്ടാണ് ഈ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങുന്നത്. 2000-ൽ താലിബാന്, അൽഖയ്ദ, IS ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇവർ പ്രവർത്തിക്കുന്നു. ഗ്ലോബലായിട്ടുള്ള ജിഹാദാണ് ലക്ഷ്യം. പ്രധാന മേഖല എങ്കിലും ഗ്ലോബൽ ജിഹാദ് ചെയ്യുമ്പോഴും കാശ്മീരിനെ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇസ്ലാമിനെ ലോകത്ത് സംരക്ഷിക്കുക, കാലിഫേറ്റ് സ്ഥാപിക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യവും ഇവർക്കുണ്ട്. ഇവർ പല ആക്രമണങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് 2001 ഡിസംബറിൽ അവർ ചെയ്ത പാർലമെൻറ്റ് ആക്രമണമാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ തോന്നിക്കുന്ന ഒരു വണ്ടിയിൽ, അതായത് പാർലമെൻറ്റ് ഡ്യൂട്ടി എന്നൊക്കെ എഴുതി വെച്ച് വന്ന് കമാൻഡോകളുടെ വേഷം ധരിച്ചു വന്നിട്ട് അവർ AK-47 ആയിട്ട് ഗ്രനേഡുകളൊക്കെ ആയിട്ട് പാർലമെൻറ്റ് മന്ദിരത്തിൽ കയറി. അവിടെ പ്രധാനപ്പെട്ട പലരും ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊന്നും അപകടം പറ്റിയില്ല. 30 മിനിറ്റ് വെടിവയ്പ് നടന്നു. സെക്യൂരിറ്റിയും സ്റ്റാഫുമായിട്ട് 9 പേരെ അവർ വധിച്ചു. ആക്രമണങ്ങളും കൊല്ലപ്പെട്ടു. ഇത് 2001 അവർ ചെയ്ത ഒരു ആക്രമണ പ്രവർത്തനമാണ്. 2003 ഇവർ ജമ്മു കാശ്മീരിൻ്റെ നിയമസഭാ ആസ്ഥാനം ബോംബിട്ടു. ഒക്ടോബർ 1 ആദ്യം ഒരു കാർ ബോംബ് പൊട്ടിത്തെറിച്ചു. പിന്നെ വെടിവയ്പ് നടന്നു. 4 പേര് മരിച്ചു. 3 സെക്യൂരിറ്റിക്കാരും ഒരു സിവിലിയനുമാണ്. 40 പേർക്ക് പരിക്കേറ്റു. 2016 ജനുവരി 2 പഠാൻകോട്ട് എയർബേസ് ആക്രമിച്ചവരും ഇവരാണ്. അതായത് ഇന്ത്യൻ മിലിറ്ററി യൂണിഫോമിൽ വന്നിട്ട് നമ്മുടെ വിമാനശക്തി കുറയ്ക്കാനായിട്ട്, ആകാശ പവർ കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇതൊക്കെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അന്ന് 7 സെക്യൂരിറ്റി ആളുകൾ മരിച്ചു. അവർ ഭീകരന്മാർ മരിച്ചു. അതുപോലെ തന്നെ പുൽവാമ ആക്രമണം നമുക്കൊക്കെ ഓർമ്മയുള്ളതാണ്. 2019 ഫെബ്രുവരി 14 CRPF കൊണ്ടുപോയിക്കുന്നതിൻ്റെ അടുത്തേക്ക് ഇവർ കാർ ഓടിച്ച് കയറ്റിയിട്ട് 40 CRPF ഭടന്മാരും മരിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ഇന്ത്യ എയർ സ്ട്രൈക്ക് നടത്തി ഫെബ്രുവരി 26, 2019. ഇങ്ങനെ ഇന്ത്യയിൽ തുടർച്ചയായിട്ട് തീവ്രവാദ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദ്. ഇവരുടെ ഒരു പ്രത്യേകത, ഇവർ മദ്രസകളിൽ നിന്നാണ് കുട്ടികളെ തന്നെ റിക്രൂട്ട് ചെയ്യുകയാണ് ഈ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. പ്രധാനപ്പെട്ട ആയുധമായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് സൂയിസൈഡ് ബോംബിങ്ങുകളാണ്. മദ്രസകൾ എന്ന് പറയുമ്പോൾ ബഹാവൽപൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇവരധികം റിക്രൂട്ട്മെൻറ്റ്സ് നടത്തുന്നത്. ഈ ജിഹാദി ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഇവർ മീഡിയ വിഭാഗം ഇതിനുണ്ട്. അപ്പോൾ ഇങ്ങനെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 2002 പാകിസ്ഥാൻ ഇവർ നിരോധിച്ചു. ഇതിൻ്റെ ഈ സ്ഥാപകനായിട്ടുള്ള മസൂദ് അസർ ഒരു ഗ്ലോബൽ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇതിനോട് ചേർന്ന് പോകുന്ന മറ്റൊരു ഗ്രൂപ്പാണ് ഹിർക്കത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞ് HUM എന്ന് പറയും. 1980-കളിലാണ് സ്ഥാപിച്ചത്. അഫ്ഗാൻ സോവിയറ്റ് യുദ്ധകാലത്ത് റഷ്യക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പാണ് ഇവരും. അമേരിക്കൻ സപ്പോർട്ടോടുകൂടി അവർ പോയി കഴിഞ്ഞപ്പോൾ ഇവർ ജമ്മു കാശ്മീരിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചു. മറ്റ് ഗ്രൂപ്പുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീരിൽ സുന്നി ഇസ്ലാമിക ഭരണം സായുധ യുദ്ധത്തിലൂടെ നടപ്പാക്കുക എന്നുള്ളതാണ്. അതുപോലെ ഗ്ലോബൽ ജിഹാദിന് സപ്പോർട്ട് കൊടുക്കുക, കാലിഫേറ്റ് സ്ഥാപിക്കുക എന്നൊക്കെയാണ്. UN, US, ഇന്ത്യ അതുപോലെ രാജ്യങ്ങളൊക്കെ ഇവരെ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൽഖയ്ദയുമായിട്ട് ചേർന്ന് ഇവർ പ്രവർത്തിക്കാറുണ്ട്, അടുത്ത ബന്ധം തുടരാറുണ്ട്. പാക് മിലിറ്ററിയുടെ സപ്പോർട്ട് ഇവർക്കുണ്ട്. താലിബാനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കും.
ക്രോസ് ബോർഡർ ടെററിസം എന്ന് പറയുന്നത് കാശ്മീരിലേക്ക് നിരന്തരമായി ടെററിസ്റ്റ് പ്രവർത്തനം ചെയ്യുന്നത് ഇവരുടെ ഒരു പരിപാടിയാണ്. 1999 നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ എയർലൈൻസ് ഡിസംബർ 24 ഇന്ത്യൻ എയർലൈൻസ് ഹൈജാക്ക് ചെയ്തത് ഇവരാണ് നേരിട്ട് മറ്റേ പുള്ളിക്ക് വേണ്ടി മോചിപ്പിക്കാനായിട്ട് ചെയ്തത്. 176 ആളുകൾ ഇന്ത്യക്കാർ അതിനകത്തുണ്ടായിരുന്നു. 167 യാത്രക്കാരും 9 ക്രൂ മെമ്പേഴ്സുമായിട്ട് കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന വിമാനമാണ് ഇവർ കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോയത്. അതിൻ്റെ ഫലമായിട്ട് ഈ മസൂദ് അസറിനെ മോചിപ്പിക്കുകയും ചെയ്തു. ഇതുപോലെ ഇന്ത്യ മാത്രമല്ല വെസ്റ്റേൺ ടാർഗറ്റുകളും ഇവർ ലക്ഷ്യമിടുന്നുണ്ട് എന്നത് നമ്മൾ ഓർത്തിരിക്കണം. അച്ഛാ, ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയെ മാത്രമാണോ ടാർഗറ്റ് ചെയ്തേക്കുന്നത്? മറ്റ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് വെസ്റ്റേൺ ടാർഗറ്റ്സ് ഇതിനകത്ത് ഉൾപ്പെടുന്നില്ലേ? തീർച്ചയായിട്ടും ഇവർ ലോകം മുഴുവനും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഇപ്പോൾ ഈ പാകിസ്ഥാനുള്ള ഗ്രൂപ്പുകളുടെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് ഇന്ത്യയാണെന്ന് മാത്രം. അതിലൊരു ഉദാഹരണമാണ് ഹിർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാമി എന്ന് പറയുന്നത്. HUJI എന്ന് പറയും. 1950കളിലാണ് ഇത് സ്ഥാപിതമായത്. സൈഫുള്ള അക്തർ സ്ഥാപിച്ചതാണ്. സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്ത് പാകിസ്ഥാനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മറ്റു ഗ്രൂപ്പുകൾ പോലെ ഒരു ഗ്രൂപ്പുമാണിത്. അത് പാക് ഇൻ്റലിജൻസും അൽഖയ്ദയുമായിട്ട് രൂപപ്പെടുത്തിയതാണെന്നും പറയുന്നുണ്ട്. താലിബാനുമായിട്ട് ബന്ധമുണ്ട്. സുന്നി ദേവബാൻഡി ഈ ഇസ്ലാമിക നവീകരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പാണിത്. പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഇന്ത്യയോ ഇത് മാത്രമല്ല, തെക്കൻ ഏഷ്യ മുഴുവനും ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക. അതായത് ഇന്ത്യ, ബംഗ്ലാദേശ്, കാശ്മീരിലെല്ലാം ശരിയാ നിയമം സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത്. UN-ഉം US-ഉം ഇന്ത്യയും ബംഗ്ലാദേശും ഒക്കെ ഇവരെ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവർ പല ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടത്തിയിട്ടുണ്ട്. 2001 ന്യൂ ഇയർ ഡേയിൽ ധാക്കയിൽ ബോംബിട്ടത് ഇവരാണ്. 2004 ബംഗ്ലാദേശിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ നേരെ ഗ്രനേഡ് എറിഞ്ഞത് ഇവരാണ്. പലരെയും വധിച്ചിട്ടുണ്ട് അവർ. ഇന്ത്യയിൽ കുറിച്ച് പറയുകയാണെങ്കിൽ 2005 ഡൽഹി ബോംബിങ്, 2006 വാരണാസി സ്ഫോടനം, 2011 ഡൽഹി ഹൈക്കോർട്ട് സ്ഫോടനമൊക്കെ ഇവരുടെ പ്രവർത്തനങ്ങളാണ്. 2005 ഒക്ടോബർ 29 ദീപാവലിക്ക് 2 ദിവസം മുമ്പ് ഡൽഹി സരോജിനി നഗർ മാർക്കറ്റിൽ, പിന്നെ പഹൽഗഞ്ച് മാർക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ, ഗോവിന്ദപുരി ഏരിയയിൽ ഒരു ബസ്സിൽ ഒക്കെ ഇവർ ബോംബ് വെച്ചു. ആളുകൾ വരുന്ന സ്ഥലത്ത് 62 പേര് മരിച്ചു, 200 പേർക്ക് മുറിവേറ്റു എന്നോർക്കണം. അന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് പറയുന്നത് ഇസ്ലാമിക് ഇൻക്വിലാബ് മഹസ് എന്ന് പറയുന്ന ഒരു സംഘടന ഏറ്റെടുത്തായിട്ടാണ്. ഇവരാണിത് ചെയ്തത്. 2006 വാരണാസിയിൽ സ്ഫോടനമാണ്. മാർച്ച് 7 3 സ്ഫോടനങ്ങളാണ് പ്ലാൻ ചെയ്തത്. ഒന്ന് ഹനുമാൻ ടെമ്പിളിൽ, രണ്ടാമത്തെ വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ, മൂന്നാമത്തത് അത് പൊട്ടിത്തെറിച്ചില്ല. 28 പേര് മരിച്ചു, 100 പേർക്ക് മുറിവേറ്റു. ഇനി 2011 സെപ്റ്റംബർ 7 ഡൽഹി ഹൈക്കോടതിയുടെ വാതിക്കൽ 5-ാം ഗേറ്റിന് മുമ്പിൽ ഇവർ ബോംബ് വെച്ചു, 15 പേര് മരിച്ചു, 70 പേർക്ക് മുറിവേറ്റു. ഈ പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഇന്ത്യ മാത്രമല്ല, കുറച്ചും കൂടെ ഗ്ലോബലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഇതുപോലെ തന്നെ തെക്കനേഷ്യ മുഴുവനും പിടിച്ചെടുക്കാനായിട്ടുള്ള ലക്ഷ്യത്തോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് AQIS എന്ന് പറയുന്നത്. അൽഖായ്ദ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയും. അതിൻ്റെ അവരുടെ അറബിക് നെയിം എന്ന് പറയുന്നത് വളരെ നീളമുള്ളൊരു പേരാണ്. ഇതിൻ്റെ പ്രഖ്യാപനം നടന്നത് 2014 ഐമാൻ അൽ സവഹിറിയാണ്. പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ ഈ സ്ഥലങ്ങളിലെല്ലാം ഈ ഇസ്ലാമിക വൽക്കരണമാണ്. UN, US, ഇന്ത്യ എല്ലാം ഇവരെ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ISIS വളർന്ന് അവരുടെ സ്വാധീനം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ അൽഖയ്ദയുടെ കീഴിൽ ഈ ഏഷ്യയിലുള്ള ഗ്രൂപ്പുകളൊക്കെ ഒരുമിച്ച് ചേർക്കാനായിട്ടാണ് ഇത് തുടങ്ങുന്നത്. അതിന് അവർ ആളുകളെ റിക്രൂട്ട് ചെയ്തത്
പാകിസ്ഥാനി താലിബാൻ ഉപേക്ഷിച്ച് പോയ ആളുകളെ റിക്രൂട്ട് ചെയ്തു, ബംഗ്ലാദേശിലെ ജിഹാദികളെ റിക്രൂട്ട് ചെയ്തു, ഇന്ത്യൻ മുജാഹിദീന് എൻ്റെ അവശിഷ്ട ഭാഗങ്ങളൊക്കെ ഇവർ എടുത്തു. കേരളത്തിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്, വെസ്റ്റ് ബംഗാളിൽ നിന്ന്, ജമ്മു കാശ്മീരിൽ നിന്ന് റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ ഇവർ കൊടുക്കൂട്ടി. അങ്ങനെ വലിയ പ്രവർത്തനമാണ് ഇവർ, ഇൻ്റർനാഷണൽ പ്രവർത്തനമാണ് നടത്തുന്നത്. ആദ്യത്തെ അമീർ എന്ന് പറയുന്നത് അസീം ഉമറാണ്. ഇദ്ദേഹം ഉത്തർപ്രദേശുകാരനാണ്, അഫ്ഗാനിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ ഇവർ കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വളരെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇന്ത്യയിൽ ഇസ്ലാമിക് ഭരണം സ്ഥാപിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. പാകിസ്ഥാനിലുള്ളൊരു ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം ഇന്ത്യയിൽ ഇസ്ലാമിക് ഭരണം സ്ഥാപിക്കുകയാണ്. ഇതിന് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ആളുകൾ, നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഓർക്കണം. കാശ്മീർ, ഗുജറാത്ത്, അസം, മ്യാൻമാർ, അതായത് റോഹിംഗ്യൻസ് ആണ് മ്യാൻമറിൽ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ മുസ്ലിങ്ങളെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. 3, തെക്കൻ ഏഷ്യയിൽ നിന്ന് ജനാധിപത്യവും മതേതരത്വവും തുടച്ചു നീക്കുക എന്നുള്ളതാണ് ഇവരുടെ ഈ അൽഖയ്ദയുടെ ലക്ഷ്യം. 4, ഇവിടെയുള്ള എല്ലാ ഗ്രൂപ്പുകളെയും അൽഖയ്ദയുടെ ബാനറിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത്. ഇങ്ങനെ പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2014 സെപ്റ്റംബർ 6 പാക് സൈന്യത്തിൻ്റെ ഒരു കപ്പൽ ഹൈജാക്ക് ചെയ്തിട്ട് US കപ്പലുകളെ ആക്രമിക്കാൻ ഒരു ശ്രമം നടത്തി, അത് പരാജയപ്പെട്ടു പോയി. ബംഗ്ലാദേശിൽ മതേതരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബ്ലോഗേഴ്സ്, പബ്ലിഷേഴ്സിനെയൊക്കെ 2013 മുതൽ 16 വരെ ഇവർ വധിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ പല പദ്ധതികളും ഇട്ടെങ്കിലും നമ്മുടെ ഇൻ്റലിജൻസ് അതിനെല്ലാം തകർത്ത് കളഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അച്ഛൻ നമ്മുടെ ഈ ചർച്ചയ്ക്കിടയിൽ 2-3 പ്രാവശ്യം ഈ ദയോബാൻഡുകളെ കുറിച്ച് സംസാരിക്കാൻ ഇടയായി. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ ദയാബാൻഡുകൾ? അത് ശരിയാണ്. ഈ ഇസ്ലാമിൽ ഈ നവീകരണം വരുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ വഹാബിസത്തെക്കുറിച്ച് അല്ലെ സലഫിസത്തെക്കുറിച്ച് പറഞ്ഞു. 18-ാം നൂറ്റാണ്ടിൽ സൗദിയിൽ ജീവിച്ചിരുന്ന ഒരു അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന സലഫിസം, അത് പിന്നീട് അതിനെ ഇന്നത്തെ രീതിയിലാക്കിയെടുത്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഹസനുൽ ബന്നയും മൗദൂദിയുമൊക്കെയാണ്. ഇതിന് സമാനമായിട്ട് 1866 ഉത്തർപ്രദേശിലെ ഷഹറൻപൂർ ജില്ലയിൽ ദയോബാൻഡിൽ സ്ഥാപിതമായ ഒരു മദ്രസയിൽ നിന്നുണ്ടായ ഒരു നവീകരണമാണ് ദയോബാൻഡുകൾ എന്ന് പറയുന്നത്. ഈ ഇസ്ലാമിൽ ഈ പാരമ്പര്യ മുസ്ലിങ്ങൾ, നമ്മുടെ നാട്ടിൽ ഈ മുസ്ലിം ലീഗൊക്കെ പാരമ്പര്യ മുസ്ലിങ്ങളിൽപ്പെട്ടതാണ്. ഇവർ ശാന്തമായി ഒരു മതത്തിൻ്റെ, സാധാരണ ഒരു മതത്തിൻ്റെ നന്മയിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ സാവധാനം കടന്നു വന്ന പാരമ്പര്യമാണ്. അതേസമയത്ത് ഈ നവീകരണം വന്നപ്പോൾ ഇവർ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളൊരു പ്രിൻസിപ്പിൾ എടുത്തു. അത് എല്ലാ ഗ്രൂപ്പുകളും അങ്ങനെയാണ്. ശരിയ നിയമം ലോകത്തെല്ലായിടത്തും നടപ്പാക്കണം എന്നതാണ് ഈ ഗ്രൂപ്പുകളൊക്കെ കരുതുന്നത്. മതപരമായിട്ട് ആധുനികവൽക്കരണത്തിന് ഇവരെതിരാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഈ സ്റ്റൗ പൊട്ടിച്ച് കളയുക, ഫ്രിഡ്ജ് എടുത്ത് വലിച്ചെറിയുക എന്നൊക്കെ പറയുന്ന ആളുകൾ ഇന്നുണ്ടെന്ന് നമ്മൾക്ക് പല വീഡിയോകൾ കാണാറുണ്ട്. ഇവർക്ക് ഈ ദയോബാൻഡുകൾക്ക്, ഉത്തർപ്രദേശിൽ തുടങ്ങിയതാണ് ഇവർ കേട്ടോ, ദയോബാൻഡുകൾക്ക് ധാരാളം മദ്രസകൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. പാരമ്പര്യ മുസ്ലിങ്ങളെ ഇവർ കാഫിറുകളായിട്ടാണ് കണക്കാക്കുന്നതും. ഇനി ഇങ്ങനെ ഈ ദയോബാൻഡുകൾ, നമ്മൾ പല ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞു, ശക്തമായിട്ട് വന്നപ്പോൾ അതിനെതിരെ രൂപപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ബറേൽവി എന്ന് പറയുന്നത്. ഇതും UP തന്നെ 19-ാം നൂറ്റാണ്ടിലുണ്ടായതാണ്. ഇവർക്ക് കുറച്ച് സൂഫി സ്വാധീനമുണ്ട്. മരിച്ചുപോയ ആളുകളുടെ മധ്യസ്ഥമൊക്കെ ഇവർ പ്രാർത്ഥിക്കാറുണ്ട്. ദയോബാൻഡി സലഫി സ്വാധീനം നവീകരണത്തോട് എതിർപ്പുകൊണ്ടാണ് ഇവരുണ്ടാകുന്നത്. അങ്ങനെ ഇവർ സാധാരണ ഹനാഫി സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിനെ ഇവർ സാധാരണ സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബറേൽവി തീവ്രവാദ ഗ്രൂപ്പ് എന്ന് പറയാം. അതാണ് അൻസാർ ഉൽ ഇസ്ലാം പാകിസ്ഥാൻ എന്ന് പറയുന്നത്. 2004-2005 സ്ഥാപിതമാണ്. സൈഫുൾ റഹ്മാനാണ് ഇത് സ്ഥാപിച്ചത്. സുന്നി പാരമ്പര്യത്തിൽ തന്നെ വരുന്നതാണ്. പൊതുവെ ഇപ്പോൾ ഇവർ ഖൈബർ പഖ്തുൻഖ്വയിലാണ് സാധാരണ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2008 പാകിസ്ഥാൻ ഇവരെ തീവ്രവാദ ഗ്രൂപ്പായിട്ട് ഇവരെ നിരോധിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഇവർ ആരംഭിക്കുന്നത് മറ്റ് ഗ്രൂപ്പ് ഇങ്ങനെ ശക്തമായിട്ട് വന്നപ്പോൾ ബറേൽവി സമൂഹങ്ങളെ
സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആരംഭിക്കുന്നത്. പിന്നെ കണ്ടമാനം സെക്ടേറിയൻ വയലൻസ് ഇവർ ചെയ്യുകയുണ്ടായി. ദയോബാൻഡി തീവ്രവാദം എതിർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ അവരും ആ വഴി തന്നെയാണ്. കാരണം ഈ അടിസ്ഥാനപരമായിട്ട് ഈ റിന്യൂവൽ നിൽക്കുന്നത് ഈ ഗ്രൂപ്പാണല്ലോ. അപ്പോൾ ഇവരെ സംരക്ഷിക്കാനായിട്ടാണ് ഇവർ തുടങ്ങിയത്. 2001 US പ്രഷർ കീഴ്പ്പെട്ടതുകൊണ്ട് പാകിസ്ഥാൻ ഇവരെ നിരോധിക്കുന്നത്. മദ്രസകളിൽ നിന്നാണ് ഇവരും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. മാസികൾ, പ്രസംഗങ്ങൾ എന്നൊക്കെ വഴി ഇവരുടെ ആശയം പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ചർച്ചയ്ക്കിടയിൽ പല രാജ്യങ്ങളിലും ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. എന്നാൽ പാകിസ്ഥാനിൽ ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലേ? തീർച്ചയായിട്ടും പാകിസ്ഥാന് സ്വാതന്ത്ര്യത്തിന് ശേഷം വളർത്തിയ ഏറ്റവും വലിയ വ്യവസായം എന്ന് പറയുന്നത് പാകിസ്ഥാൻ നമുക്കറിയാലോ മതരാഷ്ട്രമായിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ്. എന്നിട്ട് സമാധാനം എവിടെ, അല്ലെങ്കിൽ വളർച്ച എവിടെ? അതുകൊണ്ടുണ്ടായത് എന്താണ്? ഈ കണ്ടമാനം ഗ്രൂപ്പുകളാണ് ഉണ്ടായത്. ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇവർ പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ ഭരണവും പലപ്പോഴും അട്ടിമറിക്കാറുണ്ട്. അതിലൊരു ഗ്രൂപ്പാണ് തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്നത്, TTP. നമ്മൾ കേൾക്കാറുള്ള ഗ്രൂപ്പാണ്. പാകിസ്ഥാനി താലിബാൻ എന്ന് പറയും. പാകിസ്ഥാനി പട്ടാളവും ജനത്തെയും ആക്രമിക്കുക എന്നുള്ളതാണ്. അതായത് പട്ടാളത്തെ ജനത്തെ ആക്രമിക്കുക. ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ശരിയാ നിയമം പാകിസ്ഥാനിൽ പൂർണ്ണമായിട്ട് നടപ്പാക്കുക എന്നുള്ളതാണ്. അതായത് സെപ്റ്റംബർ 11 അറ്റാക്ക് ഉണ്ടല്ലോ, 2001 US സെപ്റ്റംബർ 11 അറ്റാക്ക് കഴിഞ്ഞപ്പോൾ US പ്രഷർ അനുസരിച്ച് അതിന് കീഴ്പ്പെട്ടതുകൊണ്ട് പാകിസ്ഥാന് ഈ ഗ്രൂപ്പുകൾക്കെതിരെ ആക്ഷൻ തുടങ്ങിയപ്പോൾ അതിന് വിരുദ്ധമായിട്ട് തുടങ്ങിയ ഗ്രൂപ്പാണ് ഈ പറയുന്ന TTP എന്ന് പറയുന്നത്. 2007 തുടങ്ങുന്നത്. ബൈത്തുള്ള മെഹ്സൂദാണ് ഇത് തുടങ്ങുന്നത്. ഇതൊരു അംബ്രല ഓർഗനൈസേഷനാണ്. പല ഗ്രൂപ്പുകളെ ഒരുമിച്ച് ചേർത്ത് പ്രവർത്തിക്കുന്നു. ലക്ഷ്യം എന്ന് പറയുന്നത് ദയോബാൻഡി സുന്നി ഇസ്ലാം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ശരിയാ നിയമം പാകിസ്ഥാൻ നടപ്പാക്കുക, ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുക, US സഹകരണം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക, പാക് കോൺസ്റ്റിറ്റ്യൂഷനെ ഇവർ ഇസ്ലാമികമായി കണക്കാക്കുന്നില്ല. ഇവരാണ് 2009 റാവൽപിണ്ടിയിൽ പാക് ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് ആക്രമിച്ചത്. 2014 പെഷവാർ സ്കൂൾ ആക്രമിച്ചത്, കൂട്ടക്കൊല നടത്തിയതൊക്കെ. 2010 ലാഹോറിൽ ഒരു തീവ്രവാദ മോസ്ക് ആക്രമണം നടത്തിയത് ഇവരാണ്. 2014 പെഷവാർ സ്കൂൾ ആക്രമണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ TTP തീവ്രവാദികൾ പെഷവാറിലെ പട്ടാള സ്കൂളിലോട്ട് സായുധധാരികളായിട്ടും കയറി ചെന്നിട്ട് അവിടെ ചുറ്റി നടന്നിട്ട് 149 പേരെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. 132 കുട്ടികളായിരുന്നു. പലപ്പോഴും ഇവർ കുട്ടികളെക്കുറിച്ച് കരയുന്നത് കേൾക്കാം. പക്ഷേ 132 പേരും കുട്ടികളായിരുന്നു. ബാക്കി അവരെയായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും ഇത് ദൈവികമൊന്നും അല്ലെന്നുള്ളത് ഒരു സാധാരണ ഇന്ത്യക്ക് മനസ്സിലാകുന്നതിലേ ഉള്ളൂ. പിന്നെ നമ്മൾ കാണുന്ന മറ്റൊരു ആക്രമണം 2012 ഡിസംബർ 18 നടന്നതാണ്. പോളിയോ കൊടുക്കുന്നവരെ വെടിവെച്ച് കൊന്നു. 5 സ്ത്രീകളെ വെടിവെച്ച് കൊന്നു. കാരണം പോളിയോ പടിഞ്ഞാറിൻ്റെ സംവിധാനമായിട്ട് അവരങ്ങ് വ്യാഖ്യാനിച്ചു. മതപരമായ വ്യാഖ്യാനമാണല്ലോ. എന്നിട്ട് പോളിയോ കൊടുത്തുകൊണ്ടിരുന്ന സ്ത്രീകളെ വെടിവെച്ച് കൊന്നു. അതുകൊണ്ട് ഇന്ന് ലോകത്ത് 2 രാജ്യങ്ങളാണ് പോളിയോ ഉണ്ടെന്ന് പറയുന്നത്, രോഗം നിലനിൽക്കുന്നത്. അതിലൊന്ന് പാകിസ്ഥാനാണ്. അപ്പോൾ നമ്മൾ മതം മാത്രം കൃഷി ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പറയുന്ന ഈ നവീകരണവും കാര്യങ്ങളും ഒക്കെ. അച്ഛാ, നമ്മുടെ ഈ ചർച്ചയ്ക്കിടയിൽ നിരവധി ഗ്രൂപ്പുകളെക്കുറിച്ച്, പ്രത്യേകിച്ച് തീവ്രവാദ ഗ്രൂപ്പുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ തീവ്രവാദ ഗ്രൂപ്പുകളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണോ പോകുന്നത്? അത് ഒരു സംശയമുണ്ട്. അതൊന്ന് ദൂരീകരിക്കാമോ? അതൊരു നല്ല ചോദ്യമാണ്. ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഒരുമിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. കാരണം ഇതെല്ലാം നവീകരണ ഗ്രൂപ്പുകളാണ്. ഖുറാനിലേക്കും ഹദീസുകളിലേക്കും തിരിച്ചു പോകുക എന്നുള്ള ആശയത്തിൽ വന്നതാണ്. പക്ഷേ ഒരുമിച്ചല്ല പ്രവർത്തിക്കുന്നത്. ഒരു ഖുറാനേ ഉള്ളെന്നൊക്കെ ശരിയാണ്. ഇവർ പല ഗ്രൂപ്പുകളായിട്ടാണ്. ഇതിന് ഉദാഹരണമാണ് സിഫായി സഹാഹ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. SSP തെക്കൻ ഏഷ്യയിലെ ഏറ്റവും പഴയതും ഷിയാക്കൾക്കെതിരെയുള്ള ഗ്രൂപ്പുമാണ്. അവർക്കെതിരെയുള്ള ആക്രമണത്തിന് പേര് കേട്ടവരാണ്. നമുക്കറിയാം പാകിസ്ഥാനിൽ 15 മുതൽ 20% വരെയാണ് ഈ ഷിയാക്കളുള്ളത്. ആദ്യകാല നേതാക്കന്മാർ പലരും നമ്മുടെ മുഹമ്മദ് ജിന്ന അടക്കം ഷിയാക്കളായിരുന്നു. ഈ SSP എന്ന് പറയുന്നത് 1985 പാകിസ്ഥാൻ പഞ്ചാബിൽ തുടങ്ങുന്നതാണ്. ഹക്ക് നവാസ് ജാൻവി തുടങ്ങിയതാണ്.
ഇവർ റാഡിക്കലായിട്ടുള്ള സുന്നി ദേവബാൻറ്റി ആളുകളാണ്. 1979 ഇറാൻ വിപ്ലവം കഴിഞ്ഞപ്പോൾ ഷിയാക്കൾക്ക് പാകിസ്ഥാനിൽ കൂടുതൽ സ്വാധീനം, കാരണം അവരത് വിജയിച്ചല്ലോ, സ്വാധീനം കൂടി വരുന്നത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഗ്രൂപ്പാണ്. അതായത് ഇവർ പരസ്പരം വരും വളരുന്നത് ഇവർ സമ്മതിക്കുകയല്ല. പാക് ഭരണം പ്രധാനം സിയാഉൽ ഹക്കിനെ സിയാഉൽ ഹക്കിനെ അനുകൂലിച്ചിരുന്ന ഒരാളാണ്. പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനെ ഒരു സുന്നി രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഷിയാക്കളുടെ മേൽ നിയന്ത്രണങ്ങൾ വരുത്തുകയും വേണം. പിന്നീട് ഇവർ ഈ ഷിയ ഇമാമുകളെ, ജോലിക്കാരെ, അവരുടെ മതപരമായ ചടങ്ങുകളൊക്കെ ആക്രമിക്കുക എന്നുള്ള പരിപാടിയും ഇവർ നടത്തിയിരുന്നു. പിന്നെ നിരന്തരമായിട്ട് ഇവരെ ആക്രമിക്കുക, ആയിരക്കണക്കിന് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. 2002 ഇത് നിരോധിക്കപ്പെട്ടു പാകിസ്ഥാന്. എന്നാൽ പിന്നീടത് പല പേരുകളിലും, അതായത് മില്ലറ്റ് ഇസ്ലാമിയ പാകിസ്ഥാൻ, അഹ്ലെ സുന്നത്ത് വൽ ജമാഅത്ത് എന്നുള്ള പേരിലൊക്കെ ഇത് എന്നിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഈ സിഫായി സഹാഹ പാകിസ്ഥാന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ തീവ്രവാദമല്ലേ, അപ്പം മടുത്തു, അവർ ബലഹീനമായി. അപ്പോൾ അതിന് ശക്തി കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനകത്തുള്ള 3 പേര് കൂടിയിട്ട് 1996 തുടങ്ങിയ മറ്റൊരു കടുത്ത തീവ്രവാദ ഗ്രൂപ്പാണ് ലഷ്കർ ഇ ജാൻവി എന്ന് പറയുന്നത്. ജാൻവിയുടെ പട്ടാളം എന്ന് പറയും. ഷിയാക്കൾക്കെതിരെ സുന്നി ദിയാബാൻറ്റി ഇസ്ലാമാണ് ഇവരും. 2001 ഇത് നിരോധിക്കപ്പെട്ടു. UN, US, UK, പാകിസ്ഥാൻ എല്ലാം ഇവരെ ഒരു തീവ്രവാദ ഗ്രൂപ്പായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് മോഡറേറ്റ് ആയിട്ടുള്ള നിലപാടുകൾ അവർക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ നവീകരണം നടത്തുന്ന ആളുകൾക്കെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അതങ്ങനെയാണ്. ഒരു ഗ്രൂപ്പ് ഇച്ചിരി ബലഹീനമായാൽ ഉടനെ കൂടുതൽ കടുത്ത ഗ്രൂപ്പുകൾ അതിനകത്ത് തന്നെ ഉണ്ടായി വരും നമ്മൾ കാണുന്നത്. പാകിസ്ഥാനിൽ നിന്ന് ഷിയാക്കളെ തുടച്ചു നീക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. പാകിസ്ഥാനെ ഒരു സുന്നി ദേവബാൻറ്റി രാജ്യമായിട്ട് സ്ഥാപിക്കണം, അതാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരാശയം ഇവർ കൈമാറുന്നത് കൂട്ടത്തോടെ ഇവരെ കൊല്ലാം എന്നുള്ളതാണ്. കൂട്ടത്തോടെ ഈ ഷിയാക്കളെയാണ് കൊന്നുകളയുന്നത്. അങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. 2002 റാവൽപിണ്ടിയിൽ ഒരു മോസ്ക് ആക്രമിച്ച് 11 പേരെ കൊന്നിരുന്നു. 2015 കറാച്ചിയിൽ ഇസ്മായിലിയുടെ യാത്രക്കാരുടെ മേൽ ആക്രമണം നടത്തിയവരാണ്. ഇനി 2003 ഡിസംബർ 4 ഇവർ ഷിയാക്കളുടെ ഒരു മോസ്കിൽ അവരുടെ മഗ്രിബ് പ്രാർത്ഥന നടക്കുന്ന അവസരത്തിൽ തീവ്രവാദികൾ പ്രവേശിച്ച് വെടിയുതിർക്കുകയും ഒരു തീവ്രവാദി പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് 15 പേര് മരിച്ചു. ഇവർ പരസ്പരമുള്ള വഴക്കാണെന്ന് ഓർക്കണം. അല്ലെങ്കിൽ 2013 ഫെബ്രുവരി 16 ക്വറ്റ ഹസാറ ആക്രമണം നടക്കുകയുണ്ടായി. അതായത് ക്വറ്റയിൽ അത് ഷിയാക്കളുടെ ഒരു ഏരിയയാണ്. അത് ഷിയാക്കളെ മാത്രമല്ല, അവരിൽ ഹസാറ ഗ്രൂപ്പിൽപ്പെട്ടവരുടെ ഒരു സമൂഹ ടൗണ്. അവിടെ ഇത് ബലൂചിസ്ഥാൻ അടുത്തുള്ള ആ ഏരിയയിലുള്ള സ്ഥലമാണ്. സാധാരണക്കാരുടെ മേൽ അവർ ബോംബ് വെച്ചതാണ്. 89 പേര് മരിച്ചു, 180 പേർക്ക് മുറിവേറ്റു. ഈ ഷിയാക്കൾ തന്നെ പാകിസ്ഥാനിൽ നമ്മൾ കൊടുത്തിയാൽ 12 എന്നും ഇസ്മായിലീസ് ബൊഹ്റാസ് കോയാസ് സൈദിസ് പല ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ തീർച്ചയായിട്ടും സുന്നിയിൽ നമുക്ക് പല ഗ്രൂപ്പുകൾ പ്രതീക്ഷിക്കാമല്ലോ. അപ്പം ഇങ്ങനെ ഇതിനകത്ത് തന്നെ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. ഇതിലെല്ലാം ഈ ഗ്രൂപ്പ് തീവ്രവാദ ആശയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഇവർ ഒരേ ഖുറാനും ഹദീസുകളും എല്ലാം ഫോളോ ചെയ്യുമ്പോഴും അതിലേക്ക് തിരിച്ചു പോകുന്ന ആശയം എടുക്കുമ്പോഴും ചെത്തുന്ന പല സ്ഥലങ്ങളിലും പല കാലങ്ങളിലും വന്ന് ഓർക്കണം. ഇപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യം മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം, പാകിസ്ഥാൻ്റെ ആരംഭത്തിൽ അവിടെ അഹമ്മദിയ മുസ്ലിങ്ങൾ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രധാന വിദേശകാര്യ മന്ത്രിയൊക്കെ ആയിരുന്ന ആൾ ഒക്കെ ഇതിൽപ്പെട്ടതാണ്. പക്ഷേ പിന്നീട് സാവധാനം 74-84 ഒക്കെ ആയപ്പോഴത്തേക്കും അവരെ അമുസ്ലിങ്ങളായിട്ട് പ്രഖ്യാപിക്കുകയും അങ്ങനെ അഹമ്മദീയ മുസ്ലിങ്ങളായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട്
കണക്കാക്കുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഈ ഷിയാക്കൾക്കും പാകിസ്ഥാനിൽ വരാൻ പോകുന്നത് മറ്റൊരു വ്യത്യസ്തമായിട്ടൊരു ഭാവിയാണ്. നമുക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ തീവ്രവാദം ഇങ്ങനെ വളർന്നു വരും, പിന്നെ മറ്റൊന്നും അവർ സമ്മതിക്കുകയില്ല. ഏകദൈവമാണല്ലോ, ഒറ്റ ആശയം മാത്രമേ പാടുള്ളൂ എന്ന് ഓരോരുത്തരും അങ്ങ് വിചാരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഈ ആശയങ്ങൾ, ഇവിടെയുള്ള ഈ തീവ്രവാദ ട്രെൻഡുകൾ മുമ്പോട്ട് വളർന്നു വരികയാണെങ്കിൽ മിക്കവാറും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ പാരമ്പര്യ മുസ്ലിങ്ങളൊക്കെ ഇവിടെ ഈ കാഫിറുകളായിട്ട് രൂപാന്തരപ്പെടാനായിട്ടുള്ള അല്ലെങ്കിൽ കണക്കാക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ ഓർക്കണം.